ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റിൽ ആൾക്കാർക്ക് അവിടെയുള്ള പ്രോഡക്ട്സിൻ്റെ മേക്കിംഗ് ലൈവായി കാണിച്ചുകൊണ്ട്, അതും ബൾക്ക് ഓർഡേഴ്സ് അറ്റ് എ ടൈം ചെയ്ത് കാണിച്ചുകൊണ്ട്, അവിടെ യൂസ് ചെയ്യുന്ന ഓരോ ഇൻഗ്രീഡിയൻസും ആൾക്കാർക്ക് നാവിൽ വെള്ളം ഊറുന്ന രീതിയിൽ അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വളരെ ഹൈജീനിക്കായിട്ട് പ്രസൻറ്റ് ചെയ്ത് സെയിൽസ് കൂട്ടിയ ഒരു കഫേ ചെയിനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. കേരളത്തിലും ബാംഗ്ലൂരിലുമായിട്ട് ഏകദേശം 10ഓളം ഔട്ട്ലെറ്റ്സ് ഉള്ള ഇവരുടെ മാനാഞ്ചിറയിലുള്ള കോഴിക്കോടുള്ള ഔട്ട്ലെറ്റിലാണ് ഞാൻ പോയത്. ശരിക്കും പറഞ്ഞാൽ ഇവർ റാപ്സിൻ്റെ മേക്കിംഗ് കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ നാവിൽ ഇങ്ങനെ കൊതിയൂറും കേട്ടോ. ഇതിലേത് റാപ്പ് മേടിക്കണം എന്നുള്ള കൺഫ്യൂഷനായിരിക്കും. ഈ CID മൂസയിലെ ബിന്ദു പണിക്കറിനെ പോലെ പെപ്പർ ചിക്കൻ മേടിക്കണോ ക്രഞ്ചി ചിക്കൻ മേടിക്കണോ എന്നിങ്ങനെ നമുക്ക് കൺഫ്യൂസ്ഡ് ആകും. എല്ലാത്തിലും നല്ല അടിപൊളി ഫില്ലിംഗ് ആയിരിക്കും. നമ്മുടെ നാട്ടിലും മിക്ക റോൾസിലും റാപ്സിലും ഒക്കെ ഈ ക്യാബേജ് ആണ് കൂടുതൽ കാണുന്നതെന്ന് പറയില്ലേ, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നല്ല രീതിയിൽ മീറ്റ് അവർ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരിപ്പോൾ വെച്ച ക്രഞ്ചി ആയിട്ടുള്ള ചിക്കൻ റാപ്പായിരുന്നു ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടെ. ഞാൻ ഓർഡർ ചെയ്തിരുന്നത് ശരിക്കും ഒരു റാപ്പായിരുന്നു, അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഫ്രണ്ട് ഓർഡർ ചെയ്താണ് ഇഷ്ടപ്പെട്ടത്. അതങ്ങനെയായിരിക്കുമല്ലോ എപ്പോഴും. ഒരു 100-150 റേഞ്ചിനകത്തുള്ള റാപ്സ് ആയിരുന്നു. പക്ഷേ ഞാൻ ഒരുപാട് കോസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്തു. ബോബ ബ്ലൂ കൊറോക്കോവ അങ്ങനെ എന്തോ പറയുന്ന ഒരു ഐറ്റം ഒക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഇത് കോഴിക്കോട് മാനാഞ്ചിറയിലുള്ള നമ്മളുടെ നഹദി മന്തി ഹൗസിനൊക്കെ ഓപ്പോസിറ്റായിട്ടുള്ള സ്ഥലമാണ്. ഗെറ്റിംഗ് എ സീറ്റ് ഇസ് എ ചലഞ്ച്. അതാണ് അവിടെയുള്ള ഏക ഒരു വെയിറ്റിംഗ് ടൈമിൽ നമ്മൾ പ്രശ്നമായിട്ടുള്ളൊരു സാധനം. അതല്ലാണ്ട് ഇറ്റ്സ് സോ ഗുഡ്, ഡു ട്രൈ.